എന്നോട് നിങ്ങൾ ഉണ്ട് പ്രാവശ്യം IPL കളിച്ചാൻ ശരിക്കും. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കളിയിൽ നിങ്ങൾ കണ്ടില്ലേ, തോറ്റല്ലേ? തോറ്റതല്ല, മുംബൈ ഇന്ത്യൻസിനെ ആയിട്ട് വിറപ്പിച്ച് ഞങ്ങള് ഒരു ഘട്ടത്തിൽ ജയിക്കുന്നു വരെ തോന്നി. എന്ത് തോന്നുന്നു? മുംബൈ ഇന്ത്യൻസിനെ ഫോം ആക്കിയത് ആരാണ്? ടീമിനെ കയറ്റി വിട്ടു. അവരിപ്പോ എല്ലാരും നല്ലതായി. ഒരൊറ്റ ഓവർമലാണ് കളി തിരിഞ്ഞത്. അതായത് ആ ഷെപ്പേർഡിന്റെ അടിച്ച ഓവർ ഉണ്ടല്ലോ, അതില്ലെങ്കിൽ ഞങ്ങൾ ആ മത്സരത്തിൽ ജയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയ സാംസങ് അപ്ഡേറ്റ് ആവണില്ല, അതാണ് പ്രശ്നം. അത് മൂപ്പര ഇപ്പൊ മാറ്റേണ്ടതൊക്കെ തീരുമാനിച്ചുള്ള പരിപാടിയാണ്. ഞങ്ങൾ ടീം തന്നെ പിരിച്ചിട്ടാണ്. അതിനാണ് ഇപ്പൊ സ്റ്റെപ്സിന്റെ അടി കണ്ടില്ല നിങ്ങള്? സ്റ്റെപ്സ് കളി തോറ്റിന് ശേഷം നല്ല കളി തോറ്റിന് ശേഷം മൂപ്പരെ കൊണ്ട് കഴിയണതിന്റെ പരമാവധി അടിച്ചു. പിന്നെ ഇപ്പൊ മൂപ്പരോടെ നിൽക്കുക, ബാക്കിയുള്ളവർ ഇങ്ങനെ അതൊന്ന് സ്ട്രൈക്ക് ഒന്ന് റൊട്ടേറ്റ് ലാസ്റ്റ് ഓവറിൽ 3 വിക്കറ്റ് പറിച്ചെടുത്തു. അത് തന്നെയാണ്, അതൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. അല്ലെങ്കിൽ തോറ്റിനു, മുംബൈ ഇന്ത്യൻസ് തോറ്റില്ല. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞിട്ടോ, നിങ്ങളിപ്പോ ഭയങ്കര സംഭവമായിരുന്നു. എന്ത് സാർ ടീം കഴിഞ്ഞ കളിയില് വലിയ റണ്ണൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഡിഫെൻഡ് അതൊക്കെ ഭാഗ്യവും ബെസ്റ്റ് ടീം ഞങ്ങളാണ്. ഞങ്ങൾ ക്യാപ്റ്റൻ രാഹുലിനെ പോലത്തെ ഒരു ക്യാപ്റ്റൻ ഇപ്പൊ IPL ഇല്ല. അത്രയും കാമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ കഴിഞ്ഞ കളി കണ്ട സിദ്ധാർത്ഥൊക്കെ നോ ബോൾ വരുമ്പോഴൊക്കെ പോയിട്ട് ഒരു ചീത്ത പറഞ്ഞില്ല. നല്ല ഉഷാറായിട്ട് സപ്പോർട്ട് ചെയ്ത് ആ ചെക്കനെ കൊണ്ട് എറിയിച്ചു. അതൊക്കെ ഒരു കളിയിൽ നടക്കുള്ളൂ, അതൊക്കെ ഒരു ലക്ക്, അതങ്ങനെയാണ് നടന്നു. അതൊന്നും അങ്ങനെയാണ്. ഇന്നത്തെ മത്സരത്തിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. കാരണം ഞങ്ങളിപ്പോ പ്രത്യക്ഷ ഫോമിലായി. ഇനിയിപ്പോ ഡേവിഡ് വാർണർ മോശമില്ലാത്ത രൂപത്തിൽ കളിക്കുന്നുണ്ട്. പിന്നെ പോറലൊന്ന് സ്പീഡാക്കിയ ഒന്ന് സ്പീഡാക്കിയ കാര്യങ്ങൾ, പിന്നെ സ്റ്റെപ്സ് വരാണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല ബാറ്റിംഗ് പന്തുണ്ട്. പന്ത് ഒന്ന് റെഡി ആവാണ്ട്, അത് വേറെ കാര്യം. അപ്പൊ ഒന്ന് റെഡി ആയി കിട്ടിയ 2 വിക്കറ്റ് പറഞ്ഞിട്ടിരുന്നല്ലോ. വെങ്കടേഷ് അയ്യർ 28 അടിച്ച് കണ്ടാണ്. അതിപ്പോ കഴിഞ്ഞ കളിയിലൊന്ന് മോശമായി എന്നുള്ള റെഡിയാണ്. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ മൊത്തത്തിൽ അങ്ങോട്ട് എഴുതി തള്ളണ്ട. ഞങ്ങളെ ക്യാപ്റ്റനല്ലേ മൂപ്പര്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡീകോക്ക് കൊണ്ട് അടി തുടങ്ങും. കഴിഞ്ഞ കളി ഫോം ആയില്ല, പക്ഷെ അതിന്റെ മുമ്പത്തെ 2 കളിയിലും പിന്നെ നിക്കോളാസ് പൂറൻ എന്നും അടിയാണ്. ഇമാരി അടി അടിച്ച വേറൊരാൾ ഇവിടെ ടോയിനിസ് കഴിഞ്ഞ കളി, മുസാറ് കളി കഴിഞ്ഞ കളി കളിച്ചു. അത് നോക്കണ്ട, ഇപ്പൊ നല്ല ഫോമിലാണല്ലോ. ഞങ്ങൾ ടീം ക്യാപ്റ്റൻ കുറെ ബോൾ വഴങ്ങുന്നോണ്ട് കുറെ സമാധാനമുണ്ട്. അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് കളിച്ചതാണ്. പിന്നെ ഞങ്ങളെ ബൗളിങ് ആ മായങ്ക് യാദവനൊക്കെ പോലത്തെ ഒരാൾ നിങ്ങൾക്ക് ഉണ്ട്. ചെറിയ പരിക്കൊക്കെ എല്ലാവർക്കും പറ്റും. ആ 1-2 കളിയെ പുറത്തെടുക്കണ്ടുള്ളൂ ഇപ്പൊ നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വിചാരിച്ചു ആശ്വസിക്കണ്ട. ഒരു സ്പീഡിൽ വരണം എഴുതിയാണ്ട് വരുമ്പോഴുള്ള പ്രശ്നം വിക്കറ്റ് ഇങ്ങനെ പോരുന്നില്ലേ? അതാണ് പറഞ്ഞത്, കുറെ തള്ളി കയറ്റി വെക്കണ്ട, ചക്കന് പരിക്കറ്റീനോ ഒന്ന് വന്നോട്ടെ, അത് വേറെ കാര്യം. ഞങ്ങളെ ടീം എന്ന് പറഞ്ഞാല് ഇത്തവണ ഈ IPL വമ്പന്മാരെ മൊത്തം വീഴ്ത്തുന്ന ടീം. അത് ഞങ്ങളോടൊന്ന് തോൽക്കും, അതാണ് വിഷയം. അവിടെ നിങ്ങൾക്ക് ഒന്ന് പാടുക, അത് വേറെ കാര്യം. നിങ്ങളിപ്പോ ആരെ നിങ്ങൾ തോൽപ്പിച്ചേ? ആ ഒറ്റ കളി ജയിച്ചാണ്ടുള്ള നിങ്ങൾ ഈ വലിയ ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2ാമത്തെ വിജയം ഞങ്ങൾക്കുണ്ട്. CSK ഒരു അവസ്ഥ കൊണ്ട് പൊട്ടിച്ചത്. ഈ കൊല്ലാത്ര വലിയ കളിയൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഓല് അത്യാവശ്യം നല്ല ഡെപ്ത് സ്കോഡൊക്കെ അല്ലേ. ഞങ്ങൾക്ക് പൊട്ടിച്ചാൻ പറ്റിയ ടീമൊക്കെ ഉള്ളൂ. നിങ്ങൾ നല്ല തെളിവ് അവിടെ ഉണ്ട്. ഞങ്ങൾ പൊട്ടിച്ചും ചെയ്യും, അതിൽ സംശയം വേണം. നിങ്ങളിപ്പോ ഒരു 2-3 കളി വെച്ചാണ്ട് ഭയങ്കര കോൺഫിഡൻസിലല്ലേ. ആ കോൺഫിഡൻസ് തൊടുത്തു. ഏതായാലും പൂവന്റെയും പീകോക്കിന്റെ ഒക്കെ അടി കൊണ്ടുകണ്ട് നോർക്കി എവിടെ എത്തുന്നു നോയിക്കളി.